ആറാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വർഷം മുതൽ പുതിയ മാതൃകയിലുള്ള ചോദ്യപേപ്പറാണ് നമുക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാറിയ പാഠപുസ്തകത്തിനനുസരിച്ച് പുതിയ മാതൃകയിലുള്ള ചോദ്യപേപ്പർ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രവർത്തനം 1. വാക്യാത് പദം സ്വീകൃത്യ ചിത്രാനുസാരം നാമാനി ലിഖതു. വാക്യത്തിൽ നിന്ന് പദമെടുത്ത് എന്ത് ചെയ്യുക, ചിത്രത്തിനനുസരിച്ച് എഴുതുക. അവിടെ നോക്കൂ, ഗ്രന്ഥാലയെ പുസ്തകം അസ്തി. അവിടെ ഒരു പുസ്തകത്തിന് ചിത്രമുണ്ട്. അപ്പോൾ എന്താണത്? പുസ്തകമാണ് അല്ലേ. പ്രകോഷ്ഠേ സങ്കണകം അസ്തി. IT റൂമിൽ എന്തുണ്ട്? കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ളതിന് സംസ്കൃതം ഏതാണതിൽ? സങ്കണകം എന്നുള്ളതാണ്. പാചകശാലായാം പാത്രം അസ്തി. ഇതെന്താണ്? പാത്രം അല്ലേ. കക്ഷ്യായാം കൃഷ്ണഫലകം അസ്തി. ക്ലാസ്സിൽ എന്തുണ്ട്? കൃഷ്ണഫലകം, ബോർഡ് ഉണ്ട് അല്ലേ. കൃഷ്ണഫലകം, അത് എഴുതാം. ഓക്കെ. ഉചിത ഗണഃ കഹ. ഉചിതമായ ഗണം, ഇത് പുതിയ മാതൃകയുള്ളൊരു ചോദ്യമാണ്. അത് നോക്കാം. ഏതാണ് ഇതിൽ ഉചിതമായ ഗണം? നോക്കൂ, ത്രിചക്രിക മഹാനൗക മാല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിലും രണ്ടാമത്തെ പാഠത്തിലൊക്കെ പുല്ലിംഗപദവും സ്ത്രീലിംഗപദവും പഠിച്ചിട്ടുണ്ട്. പുല്ലിംഗപദവും നപുംസകലിംഗപദവും പഠിച്ചിട്ടുണ്ട്. ഇതിൽ സ്ത്രീലിംഗപദങ്ങൾ അടങ്ങിയ ഗണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഉചിത ഗണം നോക്കൂ, ത്രിചക്രിക മഹാനൗക മാല. ഇതിലെന്ത് മാത്രമേ ഉള്ളൂ? സ്ത്രീലിംഗപദങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ടിക്കിടുക. ചഷകഹ പുസ്തകം ദ്വിചക്രിക. ഇവിടെ എന്തില്ല? മിക്സഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചഷകഹ എന്നുള്ളത് പുല്ലിംഗമാണ്, പുസ്തകം എന്നുള്ളത് നപുംസകലിംഗമാണ്, ദ്വിചക്രിക എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അപ്പോൾ അത് കൂട്ടില്ല. ലേഖനി, അങ്കനി, നദി, ഇത് 3 സ്ത്രീലിംഗ പദങ്ങളാണ്. അപ്പം 3 വരും. അധ്യാപിക, ഛാത്ര, വൈദ്യ, ഇത് 3 സ്ത്രീലിംഗ പദങ്ങളാണ്, അതും വരും. അപ്പോൾ 1, 3, 4 എന്നുള്ളതാണ് ഉത്തരം. അതേതാണ് ഉത്തരം? 1, 3, 4 വരുന്നത് സി എന്നുള്ളതാണ്. അത് എഴുതിയാൽ അവിടെ 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണത്. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ചിത്രസ്യ ആശയാനുസാരം ഉചിതം സുഭാഷിതം ചിത്വാ ലിഖതു. ചിത്രത്തിൻ്റെ ആശയത്തെ സൂചിപ്പിക്കുന്ന സുഭാഷിതം. ഇവിടെ എന്താണ് ചെയ്യുന്നത്? വലയിൽപ്പെട്ട പക്ഷികളെല്ലാം കൂടി ഒന്നിച്ച് പറന്ന് എന്ത് ചെയ്യണം? രക്ഷപ്പെടുകയാണ് അല്ലേ. അപ്പോൾ അവിടെ സൂചിപ്പിക്കുന്ന അർത്ഥം എന്താണ്? ആശയം എന്താണ്? ഐക്യമാണ്. അപ്പോൾ ഐക്യം ബലം എന്നുള്ള ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബലഃ തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ എന്നുള്ള ശ്ലോകമാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിവിടെ കൊടുക്കാം. അടുത്ത്, ശാസ്ത്രം ജാനാതി ഇതി വാക്യസ്യ ഏകപദം. ഇവിടെ നോക്കൂ, സർവജ്ഞ എന്ന വാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം സർവം ജാനാതി എന്നുള്ളതാണ്. എല്ലാം അറിയുന്നവൻ സർവജ്ഞൻ. അപ്പോൾ ശാസ്ത്രം ജാനാതി എന്നുള്ളത് എന്താ? സർവം ജാനാതി സർവജ്ഞ. അപ്പോൾ ശാസ്ത്രം ജാനാതി എന്തായിരിക്കും? നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ്, ഒറ്റ വാക്ക് പറഞ്ഞോളൂ. ശാസ്ത്രജ്ഞ. കുര്യാദദ്യൈവ, അവിടെ പദച്ഛേദം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുണ്ട്. കുര്യാത് അദ്യൈവ. അപ്പോൾ നോക്കൂ, കുര്യാത് അദ്യ ഏവ എന്നുള്ളതാണ് അവർ. കുര്യാത് അദ്യൈവ. അടുത്ത് പ്രവർത്തനം 3. വാർത്താം പഠിത്വ ഉത്തരാണി ലിഖതു. വാർത്ത വായിച്ച് ഉത്തരം എഴുതുക. വളരെ നമുക്ക് സ്ഥിരമായിട്ട് വരാവുന്ന ഒരു ചോദ്യമാണ്. ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയം ഗതവാൻ. ശുഭാംശു ശുക്ല എവിടേക്ക് പോയി? ബഹിരാകാശ നിലയത്തിലേക്ക് പോയി എന്നുള്ളതാണ് അവിടെ വാർത്ത വന്നിരിക്കുന്നത്. നവദില്ലി, ഡൽഹിയിലാണ്. ബഹിരാകാശം ഗന്തും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവിഷ്ട പ്രഥമ ഭാരതീയ ഭവതി ശുഭാംശു ശുക്ല. ഡ്രാഗൺ ബഹിരാകാശ പേടകേ ഏവ സഹ ഗതവാൻ. ആക്സിയാൻ മിഷൻ 4 ഇതി അസ്യ ദൗത്യസ്യ നാമ ആസീത് എന്നാണ്. അപ്പോൾ നമുക്ക് ബഹിരാകാശ ദൗത്യസ്യ നാമ കിം? ബഹിരാകാശ ദൗത്യത്തിൻ്റെ നാമം എന്താണ്? ദൗത്യസ്യ നാമം എന്തായിരുന്നു? മിഷൻ 4, ആക്സിയൻ മിഷൻ 4 എന്നുള്ളതാണ് ഉത്തരം എടുത്ത് എഴുതേണ്ടത്. കസ്മിൻ പേടകേ സഹ അഗച്ഛത്. ഏത് പേടകത്തിലാണ് പോയത്? അവിടെ ഉണ്ട് അല്ലേ, ഡ്രാഗൺ പേടകേ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവിഷ്ട പ്രഥമ ഭാരതീയ കഹ. നോക്കൂ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവിഷ്ട പ്രഥമ ഭാരതീയ ഭവതി ശുഭാംശു ശുക്ല. ഖണ്ഡികായ തുമുന്നന്തപദം ചിത്വാ ലിഖതു. തും എന്ന് വെച്ച് അവസാനിക്കുന്ന വാക്കതിൽ ഏതാണ്? നോക്കൂ, ആദ്യം തന്നെ ബഹിരാകാശം ഗന്തും അല്ലേ. അപ്പോൾ ഗന്തും എന്നുള്ളത് എന്ത് ചെയ്യുക? എടുത്തെഴുതാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായെങ്കിൽ പോലും ബഹിരാകാശ ദൗത്യസ്യ നാമ, നമുക്കിവിടെ ദൗത്യസ്യ നാമ എന്നുണ്ട്. അപ്പോൾ ഈ വാചകം മുഴുവനായിട്ട് എടുത്ത് എഴുതാം. ഒട്ടും അറിയാത്തവർക്കുള്ള വഴിയാണ് പറയുന്നത്.
കസ്മിൻ പേടകേ സഹ ഗച്ഛത്, പേടകേ, പേടകേ എന്നുണ്ട്. അപ്പോൾ ഡ്രാഗൺ പേടകേ എന്നുള്ള ഉത്തരം എന്ത് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിലും ഇവിടെ തന്നെ നമുക്ക് ആ വാക്കുണ്ട്. ഓക്കെ, ഉചിത പ്രസ്താവന. ഉചിതമായ പ്രസ്താവന എന്താണ് നോക്കൂ. ആര്യഭടീയസ്യ കർത്താ ഭവതി ആര്യഭട. ആര്യഭടീയത്തിൻ്റെ കർത്താവാണ് ആര്യഭടൻ. ശരിയാണോ? ശരിയാണ്. ഭാരതസ്യ പ്രഥമ കൃത്രിമോപഗ്രഹ ഭവതി ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ശരിയാണോ? ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയാണ്. അടുത്തത് പ്രവർത്തനം 4A. അപ്പോൾ നോക്കൂ, 4A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ബി എന്നൊരു പ്രവർത്തനം കൂടി ഉണ്ടാവും. അപ്പോൾ രണ്ട് പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്താൽ മതി, നമുക്ക് എഴുതിയാൽ മതി. സംഭാഷണം പഠിത്തുക കോഷ്ടകാത് ഉചിതം പദം ചിത്വ റിക്തസ്ഥാനം പൂരയിത്. സംഭാഷണം പഠിപ്പിച്ചിട്ട് ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ വാക്കുകൾ എടുത്ത് എന്ത് ചെയ്യുക, പൂരിപ്പിക്കുക. ഇവിടെ ക്ഷേത്രപതി നൽകിയിട്ടുണ്ട്. എന്താ ക്ഷേത്രപതി? ഉടമസ്ഥൻ. കാക്കഹ, കാക്ക, മിത്രം എന്താണ്? കൂട്ടുകാരൻ. ശയനം, കിടക്കൽ, ജാലം, വല. കഥം രക്ഷാം പ്രാപ്തവാൻ ഇതി ഹരിണഹ ബഗസ്യ സമീപം വദതി. അപ്പോൾ നമ്മുടെ കഥയ്ക്ക് ശേഷമുള്ളൊരു സന്ദർഭമാണ്. കഥയിൽ കാക്ക രക്ഷിച്ചതിന് ശേഷം കൊറ്റിയോട് കഥ പറയണം. ബകഹ മിത്ര ഭവാൻ കഥം രക്ഷാം പ്രാപ്തവാൻ. എന്താ പറയുന്നത്? താങ്കൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഹരിണഹ, മാൻ പറയാണ്, അഹം മൃത ഇവ ഡാഷ് കൃതവാൻ. ഞാൻ മരിച്ചതുപോലെ എന്ത് ചെയ്തു? എന്താ ഉത്തരം വരിക? ക്ഷേത്രപതി, കാകഹ, മിത്രം, ശയനം, ജാലം. ഏതാ വരിക? മൃത ഇവ ശയനം കൃതവാൻ, കിടന്നു. തതഹ കിം, അതിനുശേഷം എന്ത് പറ്റി? ഹരിണഹ യഥാ ഡാഷ് ശബ്ദം കൃതവാൻ. എപ്പോഴാണോ ഡാഷ് ശബ്ദം ഉണ്ടാക്കിയത്? ആരാ ശബ്ദം ഉണ്ടാക്കിയത്? കാക്കഹ ശബ്ദം കൃതവാൻ തഥാ ധാവിതവാൻ. അപ്പം ഞാൻ ഓടി. പകഹ അനന്തരം കിം അഭവത്. അതിനുശേഷം എന്ത് പറ്റി? ആര് വന്നിട്ട് മുറിച്ചു? ക്ഷേത്രപതി, ക്ഷേത്രം ഉടമസ്ഥൻ, വയലിൻ്റെ ഉടമസ്ഥൻ. ആഗത്യ ജാലം കർത്തിതവാൻ, ജാലം മുറിച്ചു. തഥാ കിം കൃതവാൻ, അപ്പം എന്ത് ചെയ്തു? തഥാ അഹം ധാവിതവാൻ. അപ്പോൾ ഞാൻ ഓടി. കൊറ്റി ചോദിക്കുന്നു, ആപത്കാലേ മിത്രം മിത്രം ഭവതി. ആപത്കാലത്താണ് കൂട്ടുകാരൻ്റെ സ്വഭാവം എന്ത് ചെയ്യുക, അറിയുക. അപ്പോൾ ഹരിണഹ സത്യമേവ എന്ന് പറഞ്ഞു. അവിടെ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് നിങ്ങൾക്ക് കഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, അതേ പാഠഭാഗത്തിൽ 5 സന്ദർഭങ്ങൾ വിവരിക്കുന്ന ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഓരോ സന്ദർഭവും ഏത് ചിത്രത്തിന് യോജിച്ചാണ് എന്ന് എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് നമ്മൾ എടുത്തെഴുതണം. ഇവിടെ നോക്കൂ, ഹരിണഹ മൃത ഇവ ശയനം കൃതവാൻ. ഇതിലേതാണിത്? ഏത് ചിത്രമാണ് വരിക? 1, 2, 3, 4, 5 ഏതാ വരിക? 4-മത്തെ ആണല്ലേ. അടുത്ത് കാക്കഹ ശബ്ദം കൃതവാൻ ഹരിണഹ ധാവിതവാൻ. കാക്ക ശബ്ദം ഉണ്ടാക്കി, മാൻ ഓടി. ഏതാ വരിക? യെസ്, 5. ഹരിണഹ ജാലേ ബദ്ധഹ. മാൻ എന്ത് ചെയ്തു? വലയിൽ കുടുങ്ങി. ഏതാ വരിക? 4, 5 കഴിഞ്ഞുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. ഏതാണ്? ഇതാണല്ലേ. 3. ഹരിണഹ ക്ഷേത്രമാകത്യ വ്രീഹിമഖാതത്. മാൻ ക്ഷേത്രത്തിലേക്ക് വന്ന്, വയലിലേക്ക് വന്ന് എന്ത് കഴിച്ചു? വ്രീഹിം, നെല്ല് കഴിച്ചു. അത് 2 അല്ലേ. ഏകത കശ്ചന ജംബൂകഹ തത്രാഗതവാൻ. ഒരിക്കലും ഒരു കുറുക്കൻ അവിടേക്ക് വന്നു. ശരിക്കും കൃത്യമായിട്ട് ഓർഡറിൽ തിരിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ രീതിയിൽ വരണം എന്നില്ല. അപ്പോൾ എങ്ങനെ വന്നാലും ഏതെങ്കിലും ഒരു പ്രവർത്തനം മാത്രം ചെയ്താൽ മതി. 5-മത്തെ പ്രവർത്തനം, ചിത്രാനുസാരം പാദടിപ്പണിയും ലിഖതു. ചിത്രത്തിനനുസരിച്ച് പാദടിപ്പണി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാലിക മാലാം ധരതി. അത് ഏതിൻ്റെയാണ്? 1, 2, 3, 4 ഏതാണ് വരിക? ബാലിക മാലാം ധരതി. നമ്മൾ ആ പാഠത്തിൽ പഠിച്ചാണല്ലേ. ബാലിക മാലയെ ധരിക്കുന്നു. എന്താ വരിക? ഏതാ വരിക? ബാലിക ഇതാണല്ലേ. അപ്പോൾ 2. മാതാ പത്രികാം പഠതി. ഏതാ വരിക? 3. മാതാ, അമ്മ പേപ്പർ വായിക്കുന്നു. പിതാ ദൂരവാണിയും കരോതി. അച്ഛൻ ഫോൺ ചെയ്യുന്നു. ഏതാ വരിക? 1. ബാലകഹ ദ്വിചക്രികാം ക്ഷാളയതി. ആൺകുട്ടി സൈക്കിൾ കഴുകുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന പ്രവർത്തനമാണ്. അടുത്ത് നോക്കൂ, അനുചിതം ഗണം. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ അവസാനം സമാന പദങ്ങൾ എഴുതുന്നുണ്ട്. ഏതാണെന്നുള്ളത് നോക്കാം. ശശി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ചന്ദ്രഹ എന്നുള്ളത് തന്നെയാണ്. സൂര്യഹ എന്ന് പറഞ്ഞാൽ ആദിത്യൻ എന്ന് തന്നെയാണ്. ആദിത്യൻ്റെ സൂര്യൻ്റെ മറ്റൊരു പേരാണ്. തമഹ ഇരുട്ടാണ്. പ്രകാശഹ വെളിച്ചം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായ? അനുചിതം ഗണം. ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ. അനുചിതമായ ഗണം ഏതാണെന്ന് വെച്ചിരിക്കണം. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്, 3 മാത്രമാണ് തെറ്റ്. അപ്പോൾ ഡി 3 ഏവ എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ അനുചിതമാണോ ഉചിതമാണോ ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ഓക്കെ, അടുത്ത് നോക്കൂ, 6A വന്നിട്ടുണ്ട് അല്ലേ. 6A എന്ന് പറയുന്നത് അപ്പോൾ തന്നെ അറിയാം. 6B കൂടി ഉണ്ടാവും അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി. ഖണ്ഡികായാഹ സംഖ്യാപദം ചിത്വ ഉചിത സ്ഥാനി ലിഖിതു. നമ്മൾ 1, 10, 100, 1000, അയുതം, നിയുതം, പ്രയുതം,
കോടി, അർബുദം, വൃന്ദം എന്നിങ്ങനെ സംഖ്യകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സംഖ്യകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നോക്കൂ, ഇതിൽ 1000 എന്താ പറയുക, സഹസ്രം അല്ലേ, അതിവിടെ ഉണ്ട്. സഹസ്രം എടുത്ത് എഴുതി. 10000 എന്നുള്ളതിന് അയുതം അവിടെ എഴുതി. 1 പൂജ്യം കൂടി ചേർത്താൽ അയുതം നിയുതമാണ് അല്ലേ, 1,00,000 5 പൂജ്യം ഇവിടെ എഴുതി. അടുത്തത് 1 കോടി എന്നുള്ളതിന് പ്രയുതം എന്നുള്ള 10 ലക്ഷം എന്നുള്ളതിന് പ്രയുതം എന്നുകൂടി ഇവിടെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഉത്തരങ്ങളായി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാം. യഥാ തഥാ ഉപയോഗിച്ച് വാക്യം പരിവർത്തിയിരിക്കുന്നു. യഥാ തഥാ ഉപയോഗിച്ച് വാക്കുകൾ മാറ്റാനാണ് പറയുക. രോഗ ആഗച്ഛതി ഔഷധം സ്വീകരോതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ചെയ്യേണ്ടത്? ആദ്യത്തെ വാക്കിന് മുമ്പിൽ എന്ത് ചേർക്കുക? യഥാ രോഗ ആഗച്ഛതി, എപ്പോഴാണോ രോഗം വരുന്നത്, തഥാ ഔഷധം സ്വീകരോതി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഔഷധം സ്വീകരിക്കുന്നു എന്ന് എഴുതണം. ഓക്കെ. ചാന്ദ്രദിനം അധികൃത്യ ഏകം ഭിത്തിപത്രിക രചയിതു. അതിൽ ബി തന്നിരിക്കുന്നത് ചാന്ദ്രദിനത്തെക്കുറിച്ചൊരു ഭിത്തിപത്രിക, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉചിതമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്ററുകൾ ഉണ്ടാകാം. വളരെ വേഗത്തിൽ പറഞ്ഞു പോയതാണ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യപേപ്പർ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പുതിയ മാതൃകയുള്ള ചോദ്യപേപ്പർ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം SCERT പുറത്തിറക്കിയ ഒരു മാതൃകാ ചോദ്യപേപ്പർ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയ മറ്റൊരു ചോദ്യപേപ്പർ കൂടി ഇതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും സംസ്കൃതത്തിൽ മുഴുവൻ മാർക്കും നേടി A ഗ്രേഡ് കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുനർമിലാമ.